ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ 2 ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ മാതിരി 800-ൽ നമ്മൾ 2 ഫോഗ് ലാമ്പ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോഗ് ലാമ്പ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ബമ്പറൊക്കെ അയക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് വീട്ടിൽ കാണിക്കാൻ അവരുമായിട്ട്. അപ്പോൾ നമ്മളിത് ആദ്യം ഇത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് കണക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, റിലേ വയറിംഗ് കിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് നമുക്ക് കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം നല്ല രീതിയിൽ വിശദമായിട്ട് കാണിക്കാം. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബമ്പറൊക്കെ അയച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇന്നത്തെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാനും. അത് കഴിഞ്ഞാൽ കണക്ഷൻ വയറൊക്കെ വലിച്ച് നമുക്ക് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഫോഗ് ലാമ്പ് പുറത്ത് വെച്ച് നമ്മൾ ബമ്പറിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബമ്പർ അയച്ച് ചെയ്യുന്നുണ്ട്. ഈ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മേളിൽ തന്നെ വരാൻ പാകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫോഗ് ലാമ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് ഹോൾ ഇട്ടിട്ട് ഫിറ്റ് ചെയ്യണം. അത് ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് കണക്ഷൻ വലിക്കാനുണ്ട്. കണക്ഷൻ വലിച്ച് റിലേ വെച്ച് വേണം കണക്ഷൻ കൊടുക്കാൻ. എന്നാലാണ് അത്രയും ഇതിൽ വോൾട്ടേജ് അതിൽ കത്തണോണ്ട് നമുക്ക് കണ്ടോ വയറൊക്കെ എടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ട് അത്രയും വയർ റിലേ വെച്ചാൽ മാത്രമാണ് ഇത് ഇത്രയും ഇതിൽ വലിയ കത്തണ ലൈറ്റ് നല്ല പ്രകാശം ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് റിലേ ഒക്കെ വെക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് വയർ നല്ല സ്ലീവൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇത് വയർ ഷോർട്ട് ആവാൻ സാധ്യതയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഇത് ഷോർട്ട് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയറൊക്കെ നന്നായിട്ട് സ്ലീവൊക്കെ ഇട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ കണക്ഷനൊക്കെ കൊടുത്ത് നമ്മൾ വയർ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വയറാം ഫോഗ് ലാമ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി. ബമ്പറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി വയർ കണക്ഷൻ കൊടുത്താൽ മതി. അത് നമ്മൾ നന്നായിട്ട് സ്ലീവ് ഇൻസുലേഷൻ കിടന്ന് നല്ല രീതിയിൽ സ്ലീവ് ഇത് ചെയ്ത് സ്ലീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തെളിയണ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാം ആദ്യം തന്നെ. ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്തപ്പോൾ തന്നെ യെല്ലോ കളറിൽ കത്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ അതൊരു വൈറ്റ് കളറിൽ കത്തും. വൈറ്റ് കളറിൽ കത്തി. ഇനി നമ്മൾ ഒന്നും കൂടി അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ അത് 2 വൈറ്റും ബ്ലൂവും യെല്ലോയും കൂടി കത്തും. 2 കളർ, ഇപ്പോൾ 2 കളറിൽ കത്തി. ഇനി നമ്മളിത് ഒന്നും കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എല്ലാവരും കൂടി മിന്നി കണ്ടോ, മിന്നി കത്തണേ. എല്ലാ ലൈറ്റും മാറി കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ 3 രീതിയിലാണ് ഇത് കത്തണേ. എന്തായാലും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള എഫക്റ്റ് തന്നെ ഉണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചാൽ എന്തായാലും നമ്മൾ ലൈറ്റ് ഫോഗ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. കണ്ടോ, നല്ല വെളിച്ചമുണ്ട്. ഇതിപ്പോൾ രാത്രി നമ്മൾ ഓടുമ്പോൾ നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ടാവും. എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മൾ ഒന്ന് ഓടിച്ചു പോയത് വെളുപ്പിന് നമുക്ക് ഓടിച്ചു നോക്കണം വണ്ടി. അപ്പോൾ നല്ല മഞ്ഞൊക്കെ അത്യാവശ്യം അതിൽ നമ്മൾ ഓടിച്ച് നോക്കണതാണ്. അപ്പോൾ കേട്ടോ അത് മിന്നി കത്തണം. നല്ല വെളിച്ചം, വൈറ്റിന് നല്ല വെളിച്ചമുണ്ട്, മഞ്ഞയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴിക്കുണ്ട്. നല്ല പകലാണെങ്കിൽ അത് നേരം വെളുത്ത് വരണുള്ളൂ, ഒരുപാട് നേരം വെളുത്തിട്ടില്ല. എന്നാലും നല്ല രീതിയിലുള്ള വെളിച്ചം കാണും. നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള വെളിച്ചം എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതുകൊണ്ട് പകൽ തന്നെ ഇത്ര വെളിച്ചമുണ്ടെങ്കിൽ അപ്പോൾ രാത്രി നല്ല വെളിച്ചമായിരിക്കും എന്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ രാത്രി ഇട്ട് നമ്മൾ ഇതാണ് രാത്രി ഫിറ്റ് ചെയ്യണ്ടാവും. രാത്രി ആവും നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണ്ടേ. മാറി കത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല വെളിച്ചമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല, എന്നിട്ട് നമുക്ക് നല്ല പ്രകാശം ഉണ്ട്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് വെള്ളം പോയാൽ പോലും നമുക്ക് ഇതിട്ട് വേണമെങ്കിൽ ഓടിച്ചിട്ട് പോകാം. ഇങ്ങനെയല്ല, അത് ആ വൈറ്റിൽ മാത്രം ഇട്ടുകൊണ്ട് ഓടിച്ചു, അല്ലെങ്കിൽ മറ്റേ യെല്ലോയിൽ മാത്രം ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഓടിച്ചു പോകാം. അപ്പം ദൂരേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നല്ല വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആർക്കെങ്കിലും നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.